വളരെയേറെ ആവേശകരമായ ഒരു പ്രവർത്തനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കാഴ്ചവെച്ചിട്ടുള്ളത്. കൃത്യമായ രാഷ്ട്രീയവും വ്യക്തതയോടുകൂടിയുള്ള വികസന നിലപാടും ഈ നിയോജക മണ്ഡലത്തിലാകെ കൃത്യതയോടെ അവതരിപ്പിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാധിച്ചിട്ടുണ്ട്. രാഷ്ട്രീയത്തിന്റെ കേന്ദ്ര ബിന്ദു യഥാർത്ഥത്തിൽ വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം തന്നെയാണ്. ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും അതിശക്തിയായ പ്രചാരണ പ്രവർത്തനത്തിൽ മുഴച്ചു നിന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. ഭൂരിപക്ഷ വർഗീയത സംഘപരിവാർ വിഭാഗങ്ങളാകെ ചേർന്നുകൊണ്ട് ഹിന്ദുത്വ അജണ്ടയുമായി ബന്ധപ്പെട്ട് നിയോജക മണ്ഡലത്തിൽ പ്രചാരണ പ്രവർത്തനത്തിന് ഇറങ്ങുകയുണ്ടായി. അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ വർഗീയതയുടെ ഏറ്റവും പ്രമുഖമായ വിഭാഗമായിട്ട് രാജ്യം ലോകം അംഗീകരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടനയുമായി ലോകത്ത് ഒരു ജനാധിപത്യ പ്രസ്ഥാനവും ചേർന്ന് പ്രവർത്തിച്ച പാരമ്പര്യം ഇല്ല. ഇവിടെ വി.ഡി. സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ്, അതോടൊപ്പം ചേർന്ന് ലീഗും അതുപോലെ തന്നെ കോൺഗ്രസ്, UDF സഖ്യകക്ഷിയെപ്പോലെ ഞങ്ങൾ അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്ത് പോവുകയാണ് എന്ന് പരസ്യമായിട്ട് പറയുകയും ജമാഅത്തെ ഇസ്ലാമിക്ക് പഴയ കാലത്തുള്ളതുപോലെയുള്ള വർഗീയ നിലപാടുകളില്ല എന്ന് അവരെ വെള്ളപൂശി അവതരിപ്പിക്കുകയും ചെയ്ത വിചിത്രമായ ഒരു രാഷ്ട്രീയം കേരളത്തിൽ UDF അവതരിപ്പിക്കുകയുണ്ടായി. വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും അതിനുശേഷം നടക്കാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലുമൊക്കെ ഇവരുമായി ചേർന്ന് സീറ്റ് പങ്കുവെച്ച് ഒരു മുന്നണിയായിട്ട് മത്സരിച്ച് മുന്നോട്ടേക്ക് പോകാം എന്നാണ് അവരുണ്ടാക്കിയിട്ടുള്ള ധാരണ എന്ന വാർത്ത മാധ്യമങ്ങളിൽ നിറയുകയുണ്ടായി. ഇത് ദൂരവ്യാപകമായ ഫലമുളവാക്കുന്ന ഗൗരവതരമായ ഒരു പ്രശ്നമാണ്. കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ന്യൂനപക്ഷമാണ്. പക്ഷേ ആ ചെറിയ ന്യൂനപക്ഷത്തിനേക്കാളും വളരെ ഗൗരവതരമായ അപകടകരമായ മുദ്രാവാക്യമാണ് അവരുയർത്തുന്നത്. അത് ധ്രുവീകരണത്തിൻ്റെതാണ്. മുസ്ലിം രാജ്യം, മുസ്ലിം ലോകം, അതാണ് അവരുടെ ഉന്നം. ഇത് വർഗീയ ശക്തികളെ പരസ്പരം ശക്തിപ്പെടുത്തുന്ന ഒന്നാണ്. വർഗീയ ശക്തികൾ പരസ്പരം ഏറ്റുമുട്ടിയാൽ ഏതെങ്കിലും ഒന്ന് ജയിക്കുകയോ ഏതെങ്കിലും മറ്റൊന്ന് തോൽക്കുകയോ അല്ല ചെയ്യുക. വർഗീയ ശക്തികൾ പരസ്പരം ഏറ്റുമുട്ടുന്നത് തന്നെ പരസ്പരം ശക്തിപ്പെടാനാണ്. അങ്ങനെ പരസ്പരം ശക്തിപ്പെടുന്ന രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷാത്മകമായ സാഹചര്യം സൃഷ്ടിക്കാൻ പശ്ചാത്തലമൊരുക്കുന്ന ഒരു നിലപാടാണ് ഒരു ഭാഗത്ത് BJP ഉൾപ്പെടെയുള്ള സംഘപരിവാർ വിഭാഗവും മറുഭാഗത്ത് UDF ഉൾപ്പെടെ ചേർന്നുകൊണ്ടുള്ള ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള വർഗീയ കൂട്ടുകെട്ട്. ഈ രണ്ട് വർഗീയ കൂട്ടുകെട്ടുകൾക്കുമെതിരെ മതനിരപേക്ഷ ഉള്ളടക്കം ഉയർത്തിപ്പിടിക്കുന്ന എല്ലാ ജനാധിപത്യ ശക്തികളെയും എല്ലാ ജനാധിപത്യ വിശ്വാസികളെയും, നമുക്കറിയാം വർഗീയത പ്രകടിപ്പിക്കുന്ന ആളുകൾക്ക് യഥാർത്ഥത്തിൽ അവർ വിശ്വാസികളൊന്നുമല്ല. അവർ വിശ്വാസം ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കുന്നവരാണ്. ഇവിടെയുള്ള ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും വലിയ ഒരു വിഭാഗം വിശ്വാസികളാണ്. ആ വിശ്വാസികളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മാത്രമേ വർഗീയതയെ ചെറുക്കുന്നതിന് വേണ്ടി സാധിക്കൂ. അതുകൊണ്ട് എല്ലാ മതവിഭാഗത്തിലും പെട്ട വിശ്വാസികളായ മനുഷ്യ സമൂഹത്തിൻ്റെ അകത്ത് കലുഷിതമായ അന്തരീക്ഷം സൃഷ്ടിച്ച്
വർഗീയ ധ്രുവീകരണത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ശക്തികളെ ഒറ്റപ്പെടുത്താൻ വിശ്വാസികൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും ഒറ്റക്കെട്ടായിട്ട് മുമ്പോട്ടേക്ക് പോകേണ്ടതുണ്ട്.